നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDFനായിരുന്നു വിജയം. എന്നാൽ 4ാം തവണയും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ UDF വിജയിക്കും എന്നുറപ്പിച്ചാണ്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി 1,11,206 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. 2014 ആന്റോ ആന്റണിയുടെ ഭൂരിപക്ഷം 56,191 വോട്ടായി കുറഞ്ഞു. 2019 ആന്റോ ആന്റണിയുടെ ഭൂരിപക്ഷം 44,243 വോട്ടായി കുറഞ്ഞു. ആന്റോ ആന്റണി തന്നെ ഇക്കുറിയും സ്ഥാനാർത്ഥിയാകുമ്പോൾ ഭൂരിപക്ഷത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ കുറവാണ് LDFന്റെ പ്രതീക്ഷ. എന്നാൽ ഇക്കുറിയും ആന്റോ ആന്റണി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് UDF നേതൃത്വം അവകാശപ്പെടുന്നത്. ഇക്കുറി UDF 20-ൽ 20 സീറ്റും നേടുമെന്ന് ആന്റോ ആന്റണി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇത്തവണ 20 സീറ്റ്, 20-ൽ 20. കഴിഞ്ഞ തവണ കൈവിട്ടു പോയ ആലപ്പുഴ ഉറപ്പായും തിരിച്ചുപിടിക്കും. ബാക്കിയുള്ള 19 സീറ്റുകൾ നിലനിർത്തും. UDF പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം കൺവെൻഷനിലെ പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം ആന്റോ ആന്റണി വിജയിക്കാൻ പോകുന്നതിന്റെ സൂചനയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാ മുൻ ഉപാധ്യക്ഷനുമായ PJ കുര്യനും വ്യക്തമാക്കി. ഈ സമ്മേളനം കൺവെൻഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ ശ്രീ ആന്റോ ആന്റണിയുടെ വിജയം ഇവിടെ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 മണ്ഡലങ്ങളിലും LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറിയും വോട്ടർമാർ തങ്ങളെ കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് UDF നേതൃത്വം. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.